ഇറാനിൽ തുടരുന്ന ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ രാജ്യത്തെ ആണവ സുരക്ഷയെ പോലും ബാധിക്കുമെന്ന മുന്നറിയിപ്പുമായി അന്താരാഷ്ട്ര വിദഗ്ധർ രംഗത്ത്. പ്രതിഷേധക്കാർക്കെതിരായ ക്രൂരമായ അടിച്ചമർത്തലും ഉയരുന്ന മരണസംഖ്യയും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. ഇറാനിൽ തുടരുന്ന കടുത്ത ആഭ്യന്തര അസ്വസ്ഥതകൾ രാജ്യത്തിന്റെ ആണവ ആസ്തികളുടെ സുരക്ഷയെ അപകടത്തിലാക്കുമെന്ന് മുൻ ആണവായുധ പരിശോധകൻ ഡേവിഡ് ആൽബ്രൈറ്റ് മുന്നറിയിപ്പ് നൽകി. നിലവിലെ അരാജകത്വം തുടരുകയാണെങ്കിൽ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ സുരക്ഷിതമായി സംരക്ഷിക്കാനുള്ള ശേഷി ഇറാൻ ഭരണകൂടത്തിന് നഷ്ടപ്പെട്ടേക്കാമെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. ആണവ ആസ്തികളുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നത് പശ്ചിമേഷ്യൻ മേഖലയെ മുഴുവൻ ഗുരുതരമായ ആണവ ഭീഷണിയിൽ ആഴ്ത്തും. അതേസമയം ഇറാനെതിരെ നേരിട്ടുള്ള സൈനികാക്രമണങ്ങളിൽ നിന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്മാറിയതായി സൂചനയുണ്ടെങ്കിലും അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ സിംഗപ്പൂർ കടന്ന് മലാക്ക കടലിടുക്കിലേക്ക് പ്രവേശിച്ചത് യുദ്ധഭീതി ഉയർത്തിയിട്ടുണ്ട്. മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഇറാൻ ഭരണകൂടത്തിനുമേൽ അമേരിക്കയുടെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും സമ്മർദ്ദം വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ ഇറാൻ തങ്ങളുടെ അടിച്ചമർത്തൽ നയവുമായി മുന്നോട്ടു പോയാൽ വലിയ സൈനിക ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കുമെന്ന് നിരീക്ഷകർ ഭയപ്പെടുന്നു. ഇറാനിൽ ഖമേനി ഭരണകൂടത്തിനെതിരെ ആഴ്ചകളായി തുടരുന്ന ജനകീയ പ്രക്ഷോഭം വൻ സുരക്ഷാ വെല്ലുവിളികൾ ഉയർത്തി മുന്നേറുകയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിയൻ സ്റ്റേറ്റ് TV ഹാക്ക് ചെയ്യപ്പെടുകയും നാടുകടത്തപ്പെട്ട കിരീടാവകാശി റസ പഹ്ലവിയുടെ സന്ദേശങ്ങൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. പ്രതിഷേധക്കാർക്ക് കീഴടങ്ങാൻ ഇറാന്റെ ഉന്നത പോലീസ് മേധാവി അഹമ്മദ് റെയ്സ റഡാൻ 3 ദിവസത്തെ സമയം അനുവദിച്ചു. റസ പഹ്ലവിയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെട്ട 2 ക്ലിപ്പുകളാണ് ഔദ്യോഗിക ടെലിവിഷൻ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യപ്പെട്ടത്. സുരക്ഷാ സേനയ്ക്കുള്ളിൽ ഭരണകൂടത്തോടുള്ള എതിർപ്പ് ശക്തമാകുന്നതിന്റെ സൂചനകൾ പുറത്തുവരുന്നതായി വാർത്താ ഏജൻസിയായ AP റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായി പോലീസ് യൂണിഫോം ധരിച്ച ഉദ്യോഗസ്ഥർ തങ്ങളുടെ ആയുധങ്ങൾ താഴെ വെച്ച് പ്രക്ഷോഭകാരികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തുന്നതോ ടെഹ്റാനിൽ വലിയ തോതിൽ കൂട്ടക്കൊലയ്ക്ക് മുതിരുന്നതോ വെച്ച് പൊറുപ്പിക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖമേനിക്ക് മുന്നറിയിപ്പ് നൽകി. US ആസ്ഥാനമായ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം ഭരണകൂടത്തിനെതിരായ പ്രക്ഷോഭത്തിൽ ഇറാനിൽ ഇതുവരെ 4029 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്.